Good afternoon. Good afternoon. പെൺകുട്ടികളാണല്ലോ ജോയിൻ ചെയ്യായിരിക്കും അല്ലേ? പെൺകുട്ടികളെ എന്താണ് ക്ലാസ്സിൽ കുറവ്? 2-3 പേരാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. സോളി മിസ് ലീവ് ആയതുകൊണ്ട് ഞാൻ കയറിയതാണ് കേട്ടോ. പിന്നെ അതുമല്ല നമുക്ക് പോർഷൻസ് തീർക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കയറിയത്. ഓക്കെ, ഇപ്പോ ജോയിൻ ചെയ്യുന്നവര് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ജോബ് സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു ടേബിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? റിപ്ലൈ തരുമോ? അക്ഷര, സുമിത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ യെസ്, ഓക്കെ, ബുഷ്ര അവിടെ ഉണ്ട്. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, ആ ഒരു ജോബ് ഓഫറിന്റെ ജോബ് ഓഫർ ലെറ്റർ, അതിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത് അല്ലെ? ഇനി നെക്സ്റ്റ് പോർഷൻ നമ്മൾ നോക്കുന്നത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. നമ്മളൊരു ഒരു തൊഴിൽ കരാർ, കോൺട്രാക്ട് എന്ന് പറഞ്ഞ കരാർ. The term contract of employment or employment contract is a type of contract between employee and employer. ആരൊക്കെ തമ്മിലുള്ളതാ? ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്ട് ആണ്, ഒരു കരാറാണ് ഏത്? എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ആരൊക്കെ തമ്മിലവിടെ കരാറ്? എംപ്ലോയിയും എംപ്ലോയറും. It is a document that details the responsibilities, rights and obligations of employer and employee. അപ്പൊ ഈ ഡോക്യുമെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു കോൺട്രാക്ട് ആണ് പറഞ്ഞു, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. ഈ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, ഇതൊരു ഡോക്യുമെന്റ് ആണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ? റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റൈറ്റ്സ് അവകാശങ്ങള്, ഒബ്ലിഗേഷൻസ് അവരുടെ കടമകള്, ആരുടെ? ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അവര് തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, അവകാശങ്ങള്, ഒബ്ലിഗേഷൻസ്, കടമകള്, ഇതൊക്കെ കാണിക്കുന്ന, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഫസ്റ്റ് സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. Previously, contract of employment were mostly verbal. പണ്ട് കാലത്ത് മുന്നേ ഇത് എംപ്ലോയ്മെന്റ് കരാറ്, തൊഴിൽ കരാർ എന്ന് പറയുന്നത് വെർബൽ ആയിരുന്നു, വെറുതെ വാക്കുകൊണ്ട് പറയുള്ളൂ. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇവിടെ ജോലി ചെയ്യാം എന്ന് ഒരു എംപ്ലോയറോട് വെർബലായിട്ട് പറയാം. അവിടെ നേരെ ഡോക്യുമെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പൊ ഇറ്റ് വാസ് ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയർ. ഇത് എംപ്ലോയർക്ക് ഒരു ബെനിഫിഷ്യൽ ആണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ തെളിയിക്കാൻ ഒരു പ്രൂഫ് ഇല്ലല്ലോ അവിടെ. It was beneficial to the employer because employee had no concrete rights. അവർക്ക് എംപ്ലോയിക്ക് വ്യക്തമായിട്ടുള്ള അവകാശങ്ങളില്ല അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട്. എംപ്ലോയർ ക്യാൻ ഫേം ഫോർ എനി റീസൺ, എന്ത് കാരണത്താലും ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മളോട് പറയാണ്, വാക്കാല് പറഞ്ഞു 1 വർഷം ജോലിക്ക് നിൽക്കാമെന്നാണ് ആ കരാറ് പറഞ്ഞാൽ നമ്മൾ കയറിയിട്ട്. പക്ഷേ ജോലി കയറി കഴിഞ്ഞ 1 മാസം കഴിയുമ്പോ എംപ്ലോയർ പറയാണ് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് നമുക്ക് പറയാനൊന്നുമില്ല. അവിടെ ഒരു നമുക്ക് കാണിക്കാൻ പ്രൂഫ് ഉണ്ടോ? ഇല്ല. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് അത് ബെനിഫിഷ്യൽ ആയിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയേ, മോഡേൺ ടൈംസ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യൂഷ്വലി റിട്ടേൺ. ഇന്നിപ്പോ എങ്ങനെയാ എംപ്ലോയ്മെന്റ് കരാർ? എങ്ങനെയാ? റിട്ടേൺ ആണ്, എഴുതി വെച്ചേക്കാണ്, കറക്റ്റ് പ്രൂഫ് ഉണ്ട്, സൈൻ ചെയ്യേണ്ട വരും നമ്മൾ അതില്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എങ്ങനെയാണ്? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് are usually written. A contract of employment contains several factors or components. Employment കരാറില് പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ട്, which outline the rights and the responsibilities of both the employee and employer. ഒരു എംപ്ലോയിയുടെ എംപ്ലോയറിന് ബാധകമായിട്ടുള്ള അവകാശങ്ങൾ രണ്ടുപേർക്കുണ്ടല്ലോ അല്ലെ?
രണ്ടുപേർക്കും ഉള്ള അവകാശങ്ങള്, അവർക്കുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതിന്റെ എല്ലാം ഒരു ഔട്ട്ലൈൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയുന്നു. ആ കരാറിലുണ്ടാവും, ആ എഗ്രിമെന്റ്, ആ കരാറില് എംപ്ലോയറിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതിന്റെ ഒരു രൂപരേഖ നൽകുന്നു. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. Which outline the rights and the responsibilities of both the employee and the employer. ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ്, ഈ ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്യുക. ഇനി നോക്കിയേ റേറ്റ് ഓഫ് പേ. അപ്പൊ ഈ ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉള്ളേ? ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് എന്തൊക്കെ കമ്പോണൻസ് ഉള്ളേ നോക്കിയേ? റേറ്റ് ഓഫ് പേ, ഒന്നാമത്തെ പേയ്മെന്റ്. അതൊരു വലിയ കാര്യമല്ലേ? നമ്മളൊക്കെ എന്തിനാ ജോലിക്ക് പോണേ? എന്തിനാ ജോലിക്ക് പോണേ? വെറുതെ ടൈം പാസിനാണോ? എന്തിനാ ജോലിക്ക് പോണേ? ഹലോ അക്ഷര, ബുഷ്ര, കവ്യ, പ്രിയ, എന്തിനാ പോണേ ജോലിക്ക്? വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല. മണി, ഓക്കെ, സാലറി അല്ലെ? നമുക്കൊരു ഇൻകം വേണം, നമുക്കൊരു ഇൻകം അതിന് വേണ്ടിയാണ്. അപ്പൊ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആ കരാറില് സാലറിയുടെ കാര്യം നിർബന്ധമായിട്ട് അവിടെ ഉൾപ്പെടുത്തണം. ശമ്പള നിരക്ക്. പിന്നെ ജോലിക്ക് കയറിയിട്ടുമ്പോ നമ്മളോട് പറയാണ് നിങ്ങൾക്ക് മന്ത്ലി 3000 രൂപ 30,000 രൂപ തരാന്ന് പറഞ്ഞ് കയറിയിട്ട് 20,000 രൂപ തന്നാൽ സമ്മതിക്കോ? ഇല്ല അല്ലെ? അപ്പൊ അത് കറക്റ്റ്. നമുക്കിപ്പോ അതുപോലെ തന്നെ നമ്മൾ 10,000 രൂപ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് തന്ന് മാസാവസാനം 10,000 രൂപ എന്ന് പിടിച്ചോന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. ആദ്യം തന്നെ നമുക്ക് അറിയണം എത്ര രൂപയാണ് നമുക്ക് അവര് തരുന്ന സാലറി എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ശമ്പള നിരക്ക്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ 5 പോയിന്റ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 5 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തേക്കുന്നത്? ഒന്നാമത്തെ ഏതാണ്? റേറ്റ് ഓഫ് പേ, നമ്മുടെ ശമ്പള നിരക്ക്. A contract of employment must include terms and conditions related to the employee's payment. എംപ്ലോയിയുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ കോൺട്രാക്റ്റിൽ പറയണം. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തണം. എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയണം. And also the method of calculating the payment. ഇനി പേയ്മെന്റ് എങ്ങനെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് കൃത്യമായിട്ട് പറയണം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാലറി കട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പൊ അവരിൽ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ പേയ്മെന്റ് നമുക്കൊരു വേജസ് പോലെയാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് പറയണം. അവിടെ എങ്ങനെയാണ് ആ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഓരോ പെർ അവർ വെച്ചിട്ടാണോ, ഏതാണ് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, അതുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. On the other hand, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബോണസുകള്, കമ്മീഷൻ ആൻഡ് any other payment which are the employer receives should also be mentioned in the employment contract. ഇത് നമുക്ക് തരുന്ന സാലറിക്ക് പുറമെ ബോണസുകള്, എന്തെങ്കിലും കമ്മീഷൻസ്, മറ്റുള്ള പേയ്മെന്റ്സുകള് ഈ എംപ്ലോയിക്ക് കിട്ടുന്നത്, ഇതെല്ലാനും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. ബോണസ് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് വരുന്നുണ്ട്, ഓരോ വർഷവും ഇത്രയും ഒരു 5000 രൂപ വീതം കൂട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മളെ ആ കറക്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബോണസുകള്, കമ്മീഷൻ, മറ്റുള്ള പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. 2 സെന്റൻസ് ഉള്ളൂ, 2 നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? റേറ്റ് ഓഫ് പേ, പൈസയുമായി ബന്ധപ്പെട്ട്, ശമ്പള നിരക്കുമായി ബന്ധപ്പെട്ട്. ക്ലിയർ ആണ് ഒന്നാമത്തെ പോയിന്റ്? ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ. എന്താണ്, ഫുഡൊന്നും കഴിച്ചില്ലേ? കുറച്ചുപേര് നോമ്പുണ്ട്, അല്ലാത്തവരൊക്കെ ഫുഡ് കഴിച്ചില്ലേ? ഒരു തമ്പു വന്നില്ല, അത് എന്ന് ചോദിച്ചേട്ടാ. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, അവേഴ്സ് ഓഫ് വർക്ക്. ഇനി എത്ര സമയം ജോലി ചെയ്യണം, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് അത് പറയണം. കണ്ടോ, ജോലി സമയം പറയണം. Deciding minimum working hours of the work is difficult for both the employee and employer. എംപ്ലോയറിനെയും എംപ്ലോയിയും സംബന്ധിച്ച് മിനിമം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്, അങ്ങനെ മിനിമം വർക്കിംഗ് അവേഴ്സ് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് വർക്കിംഗ് അവേഴ്സ് ഉള്ളൂ, സാലറി കൂടുതൽ വേണ്ടി വരുന്നതിന്. ഇപ്പൊ നമുക്ക് സാലറി ആണ്, അപ്പൊ പക്ഷെ അവർക്ക് വർക്കിംഗ് അവേഴ്സ് കുറവുള്ളെങ്കിൽ എംപ്ലോയർക്ക് നഷ്ടാവൂലേ? പിന്നെ എംപ്ലോയിനെ സംബന്ധിച്ച് അവർലി ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ വർക്കിംഗ് അവേഴ്സ് കുറവാണെങ്കിൽ അതും എന്താണ്, എംപ്ലോയിനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാവും.
ഓരോ അവർലി ആണ്, 1 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ. അപ്പൊ ആകെ 2 മണിക്കൂറുള്ളെങ്കിൽ 1000 രൂപ അല്ലെ. അപ്പൊ അതൊരു 5 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ നല്ല ലാഭമല്ലേ അല്ലെ. അവർലി നമ്മൾ വരുമ്പോഴ് അവർലി ഒക്കെ എടുക്കുമ്പോഴ് നമുക്ക് ആ കുറച്ച് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്, മിനിമം വർക്കിംഗ് അവേഴ്സ് ഡിസൈഡ് ചെയ്തത് ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് രണ്ടുപേർക്ക് ബുദ്ധിമുട്ടാണ്. The employer take a guarantee of the worker that the work is available for those working hours. ഇനി എംപ്ലോയർ ഗ്യാരണ്ടി നൽകണം ഈ വർക്കേഴ്സ് ആ വർക്കിംഗ് അവേഴ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതിന് എംപ്ലോയർ ഗ്യാരണ്ടി നൽകണം. Employer takes the guarantee of the worker. എങ്ങനെ? That the worker is available for those working hours. An employer, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. An employer will also will have to pay for the worker for those working hours even if the work is no work. If there is no work, എന്താ employer അതായത് നമുക്ക് പേയ്മെന്റ് കൊടുക്കണം വർക്കിംഗ് അവേഴ്സിലെ. ഈവൻ ഇഫ് ദെയർ ഈസ് നോ വർക്ക്, വർക്കില്ലെങ്കിലും വർക്കിംഗ് അവേഴ്സിലെ ആ പൈസ കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് കയറി നമുക്ക് ചിലപ്പോ 5 മണിക്കൂറേ പണിയാൻ പറ്റുള്ളൂ, 8 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കാം. ബാക്കി ഇനി എന്തെങ്കിലും അവിടുത്തെ കമ്പനീനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് പവർ ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വല്ല തകരാറിലായതിന്റെ പേരിലോ നമുക്ക് അത്രയും വർക്കിംഗ് അവേഴ്സ് പണിയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സാലറി ഒക്കെ കുറയ്ക്കാൻ പറ്റോ? ഇല്ല. ആ മിനിമം വർക്കിംഗ് അവേഴ്സിന്റെ ഒരു മിനിമം സാലറി കൊടുക്കണം. അതായത് വർക്ക് ഇല്ലെങ്കിൽ പോലും വർക്കിംഗ് അവേഴ്സിലെ സാലറി എംപ്ലോയർ കൊടുക്കണം. ക്ലിയർ ആണോ നോക്കിയേ? അണ്ടർലൈൻ ചെയ്തോളാം സെന്റൻസ്. എംപ്ലോയർ വിൽ ഹാവ് ടു പേ ഫോർ ദ വർക്കർ for those working hours even if there is no work. വർക്ക് ഇല്ലെങ്കിൽ പോലും ആ വർക്കിംഗ് അവേഴ്സിലെ പേയ്മെന്റ് കൊടുക്കണം. Having a high number of minimum working hours in a week provide a guaranteed amount of money to the worker. ഇനി വർക്കിംഗ് അവേഴ്സ് കുറവാണ്, അതിന്റെ എണ്ണം കൂടുതലാണ്. മിനിമം നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, കുറച്ച് വർക്കിംഗ് അവേഴ്സ് ഉള്ളൂ, അതിന്റെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ ആഴ്ചയില് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മിനിമം വർക്കിംഗ് അവേഴ്സ് അവിടെ കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ എംപ്ലോയർ എന്താണ് അങ്ങനെ ആ മിനിമം വർക്കിംഗ് അവേഴ്സിന്റെ നമ്മൾ പറഞ്ഞില്ല അത്രയും സാലറി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ആ വർക്കറിനെ സംബന്ധിച്ച് എന്താ ഒരു ഫിക്സ്ഡ് എമൗണ്ട് അവർക്ക് കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി നൽകുന്നു അല്ലെ. ഫിക്സ്ഡ് ഇപ്പൊ 10,000 രൂപ എന്തായാലും കിട്ടും. അവിടെ വർക്ക് ഉണ്ടോ വർക്ക് ഇല്ലെങ്കിലും സാലറി ബേസിക് സാലറി ഇത്രയാണ്, അവിടെ ഇത് കിട്ടും. അപ്പൊ എംപ്ലോയറിന് ഒരു ഉറപ്പല്ലേ അല്ലേ? എംപ്ലോയറിന് ഒരു ഉറപ്പല്ലേ അത്? അങ്ങനെ വരുമ്പോഴ് അവർക്ക് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ മിനിമം സാലറി എന്തായാലും കൊടുക്കണം എന്നുള്ളത് എംപ്ലോയറിനെ സംബന്ധിച്ചിട്ട് എംപ്ലോയിനെ സംബന്ധിച്ചിട്ട് എന്താണ് അത് നമുക്ക് നല്ലൊരു കാര്യമാണ് അല്ലെ. അത് വർക്കറിന് കൊടുക്കണ്ട് എന്നുള്ളത് ഉറപ്പ് നൽകണം. Minimum working hours, having a high number of minimum working hours in a week provide a guaranteed amount. ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള എമൗണ്ട് വർക്കറിന് കൊടുക്കണം. If the worker fails to perform the work in those working hours, ഒരു കാര്യമുണ്ട്, വർക്കേഴ്സിന് ഒരു വർക്കിംഗ് അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതില് അയാള് എന്താ ഫ്ലെക്സിബിലിറ്റി കാണിക്കുകയാണ്. റെഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കാം. The flexibility of the worker and they may result in some disciplinary action against them. അതായത് അവർക്ക് പറഞ്ഞിട്ടുള്ള വർക്കിംഗ് അവേഴ്സിൽ അവര് പണി ചെയ്യാതിരിക്കുകയാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? ആ എംപ്ലോയറിന് അത്രയും അവര് പേയ്മെന്റ് കൊടുക്കുന്നതല്ലേ. അപ്പൊ ആ വർക്കിംഗ് അവേഴ്സില് എംപ്ലോയി ആ വർക്കിന് ഫെയിൽ ആവുകയാണെങ്കിൽ, വർക്കർ ഫെയിൽസ് ടു പെർഫോം ദ വർക്ക്, ആ വർക്ക് ചെയ്യുന്നത് ഫെയിൽ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ആ വർക്കിംഗ് അവേഴ്സിൽ പോലും വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് എന്താണ് നമുക്ക് അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എഗൻസ്റ്റ് അവർക്കെതിരെ അച്ചടക്ക നിയമ നടപടികൾക്ക് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അതായത് അവർക്ക് പറഞ്ഞേക്കുന്ന വർക്കിംഗ് അവേഴ്സിൽ അവൻ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ക്ലിയർ ആയി? അത് അവേഴ്സ് ഓഫ് വർക്ക്. ഫസ്റ്റ് അതിനകത്ത് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. എംപ്ലോയർ ടേക്ക് ദ ഗ്യാരണ്ടി, എംപ്ലോയർ ഗ്യാരണ്ടി നൽകണം. വർക്ക് ഇല്ലെങ്കിൽ പോലും വർക്കിംഗ് അവേഴ്സിന് പേയ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. പിന്നെ നോക്കിയേ എംപ്ലോയർ നെക്സ്റ്റ് സെന്റൻസ്, എംപ്ലോയർ വിൽ ഹാവ് ടു പേ ദ വർക്കർ ഫോർ ദോസ് വർക്കിംഗ് അവേഴ്സ് ഇഫ് ദെയർ ഈസ് നോ വർക്ക്. അതും കൂടി അണ്ടർലൈൻ ചെയ്യണം. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ.
പിന്നെ അടുത്ത ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇഫ് ദ വർക്കർ ഫെയിൽസ് ടു പെർഫോം ദ വർക്ക് ഇൻ ദോസ് വർക്കിംഗ് അവേഴ്സ്, എന്താ ആ എംപ്ലോയറിന് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് ഇൻ സം ഡിസിപ്ലിനറി ആക്ഷൻ എഗൈൻസ്റ്റ് ദ വർക്കെതിരെ ഒരു അച്ചടക്ക നടപടികൾക്കൊക്കെ എന്ത് ചെയ്യാം? ആക്ഷൻ എടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയേണ്ട ഒരു കാര്യമാണ് ലെങ്ത് ഓഫ് കോൺട്രാക്ട്. എത്ര നാള്, അല്ലെ? മിക്ക ജോലിയും ഇതൊക്കെ എഗ്രിമെന്റ് പറയുമ്പോ അതിനകത്ത് ഇത്ര വർഷം എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെ? അല്ലെങ്കിൽ 2 മാസം, 5 മാസം, ഒരു എത്രയാണ് നമുക്ക് 2 വർഷം, 1 വർഷം എന്നൊക്കെ പറയും. ആ ലെങ്ത് പറയണം. ലെങ്ത് ഓഫ് കോൺട്രാക്ട്, ആ കരാറിന്റെ ലെങ്ത് എത്ര നാളത്തേക്ക്. Many employment contracts are based on at-will concept. At-will concept എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ള സമയം വരെ ചെയ്യാം. അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്ക എംപ്ലോയ്മെന്റ് എഗ്രിമെന്റുകളും. നമുക്ക് കുറച്ചാൾ നമ്മൾ നിന്ന് നമുക്ക് പറ്റൂല്ലെങ്കിൽ പോരാ, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. മിക്ക എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബേസ്ഡ് ഓൺ ദ at-will concept. at-will concept എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സമയം വരെ. ഇറ്റ് മീൻസ് ദാറ്റ്, എന്താണ് at-will concept എന്ന് പറഞ്ഞേക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് there is no fixed time limit for employment. അവിടെ എന്തില്ല? നോ ഫിക്സ്ഡ് ടൈം ലിമിറ്റ്. ഒരു പ്രത്യേക സമയപരിധി ഇല്ല. ആ ജോലിക്ക് ഒരു പ്രത്യേക ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം ലിമിറ്റ് അവിടെ പറയുന്നില്ല. അതാണ് at-will കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. കോൺസെപ്റ്റ് മീൻസ് ദാറ്റ് there is no fixed time limit. പ്രത്യേക ടൈം ലിമിറ്റ് ഇല്ല ഫോർ എംപ്ലോയ്മെന്റ്. It allows both the employer and the employee to decide the time on which the contract get terminated. ഇത് അപ്പൊ അങ്ങനെ at-will കോൺസെപ്റ്റ് ആണെങ്കിൽ അത് എംപ്ലോയറിനും എംപ്ലോയിക്കും തീരുമാനിക്കാൻ പറ്റും. The time on which contract get terminated. ടെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവസാനിപ്പിക്കുക. അപ്പൊ എംപ്ലോയറിനും എംപ്ലോയിക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്ന് കോൺട്രാക്ട് അവസാനിപ്പിക്കണം എന്നുള്ളത്, ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. On the other hand, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ there are 2 other situations. 2 സിറ്റുവേഷൻസ് ആണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അപ്ലൈ ചെയ്യുന്ന 2 സിറ്റുവേഷൻ ആണ്. ഒന്നാമത് നോക്കിയേ, എംപ്ലോയി മേ ബി കോൺട്രാക്റ്റഡ് ഫോർ എ ലിമിറ്റഡ് ടൈം പീരീഡ്. കുറഞ്ഞ സമയത്തേക്ക്, ലിമിറ്റഡ് 2 മാസം, 5 മാസം, 3 മാസം, അങ്ങനെ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിലേക്ക് പറയേണ്ടത്. അത് ഏതിലാണ്? ദിസ് ഈസ് കോമൺ ഇൻ പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സ്. ഏതിലാ? പ്രൊജക്ട് ഡ്രൈവൺ എന്ന് പറഞ്ഞാൽ ചെറിയ പീരീഡിലേക്കുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ, അല്ലോ ചെറിയ പീരീഡിലേക്ക് പ്രൊജക്ട് ഇതില്ലേ, നമ്മളെ കുറച്ച് 1 മാസം, 2 മാസം, 5 മാസം എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ളതിൽ എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്? എങ്ങനെയാണ്? ലിമിറ്റഡ് ടൈം പീരീഡ്, കുറച്ച് സമയത്തേക്കാണ്, കുറച്ച് ടൈം പീരീഡിലേക്ക് മാത്രമേ എഗ്രിമെന്റ് പറഞ്ഞു. കോൺട്രാക്ട് അങ്ങനെയായിരിക്കും. This is common in project-driven jobs. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Sometimes ഇനിയോ, employees are hired for a longer duration. ഇനി കുറെ ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് അവരെ നിയമിക്കും. For a period of 2 years or 4 more years. 2, 3, 4 അങ്ങനെ വർഷങ്ങള് ചിലപ്പോ നമുക്ക് ആ ഒരു ഇത് പറയും. അതെങ്ങനെയുള്ളതാ? ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് അവരെ നിയമിക്കും. ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് അവരെ നിയമിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എങ്ങനെയായിരിക്കും? 2 years അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. If employee opt to resign the job even though he is in contract, then it may be subjected to some civil law action against the employee. Okay, ഈ എംപ്ലോയി നമ്മൾ ഓപ്റ്റ് ചെയ്യാണ്, റിസൈൻ ചെയ്യാനോ ജോബ്. ഇപ്പൊ ഞാനൊരു എംപ്ലോയ്മെന്റ് ജോലിക്ക് പോവാണ്, അവിടെ എഗ്രിമെന്റ് കരാറ് തന്നു 2 വർഷത്തേക്ക് ജോലി ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അവിടെ ഒരു 6 മാസം ഞാൻ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് പോരുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പാടില്ലേ? നമ്മൾ എഴുതി സൈൻ ചെയ്തതല്ലേ 2 വർഷം അവിടെ ജോലി ചെയ്തോളാന്ന്, അല്ലേ? അപ്പൊ ആ ഒരു എഗ്രിമെന്റ് പറയുന്ന വരെയും നമ്മൾ അവിടെ നിന്നില്ലെങ്കിൽ, അതിനു മുന്നേ നമ്മൾ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? Subject to some civil law action against the employee. ആ എംപ്ലോയിക്ക് എതിരെ സിവിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ നോക്കിയേ? ലെങ്ത് ഓഫ് കോൺട്രാക്ട്, മിക്ക എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും at-will കോൺസെപ്റ്റ് അതിന് ബേസ് ചെയ്തിട്ടാ. അതായത് അവിടെ പ്രത്യേക ടൈം ലിമിറ്റ് ഒന്നുമില്ല.
അവിടെ എംപ്ലോയറിനും എംപ്ലോയിക്കും തീരുമാനിക്കാം എപ്പോ നമുക്ക് ആ ജോലി അവസാനിപ്പിക്കണം, കോൺട്രാക്ട് എപ്പോ ടെർമിനേറ്റ് ചെയ്യണം, അവസാനിപ്പിക്കണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊജക്ട് ഡ്രൈവൺ ജോബ്സിലാണ്. ഇനി ചിലപ്പോ ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് എംപ്ലോയിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കോൺട്രാക്ട് 2 or more years അങ്ങനെയായിരിക്കും. ഇനി നമ്മൾ ആ എഗ്രിമെന്റ് ആ കരാർ തീരുന്നതിന് മുന്നേ നമ്മൾ പോരുകയാണെങ്കിൽ ആ എംപ്ലോയിക്കെതിരെ സിവിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ എന്ന് നോക്കിയേ. മൂന്നാമത്തെ അണ്ടർലൈൻ ചെയ്യേണ്ടത് പറഞ്ഞില്ലേ, ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല, മിനി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് എംപ്ലോയി മേ ബി ഹയേർഡ് മേ ബി കോൺട്രാക്റ്റഡ് ഫോർ ഓൺലി ലിമിറ്റഡ് ടൈം പീരീഡ്, ദിസ് ഈസ് കോമൺ. അത് ഏതിലാണെന്നാണ് അത് അണ്ടർലൈൻ ചെയ്തിട്ട. പിന്നെ അടുത്ത സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത്. ഇതറിയാവുന്ന കാര്യമാണ്. നമുക്ക് അതിന് ആ എഗ്രിമെന്റ് തീരുന്നേക്കായി മുന്നേ നമ്മൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കെതിരെ സിവിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നാലാമത്തെ ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ്സ്. ഈ ഹോളിഡേ സിക്ക് ലീവ് പറയണം. എത്ര ഹോളിഡേ ഉണ്ട്, സിക്ക് ലീവ്സ് എങ്ങനെയാണ് എന്നുള്ളതും ആ കോൺട്രാക്റ്റിൽ പറയണം, എംപ്ലോയ്മെന്റ് കരാറിൽ പറയണം. അല്ലാതെ ജോലിക്ക് കയറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളൊക്കെ കുറെ ഹോളിഡേ ഒക്കെ ഉണ്ട്, പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നില്ലെങ്കിലോ, സിക്ക് ലീവ് നമ്മൾ വിചാരിക്കുക കുറച്ചുണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നില്ലെങ്കിലോ, അത് പറയണ്ടേ? ഹോളിഡേസും സിക്ക് ലീവ്സും ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തണം. The contract of employment also specifies the company holidays and sick leave policies. Holiday sick leave policies പറയണം. Okay, first sentence underline ചെയ്തു. Paid holidays and sick leaves of the employee are depending on the location where the employees live. Paid holiday എന്ന് പറഞ്ഞാൽ എന്താ? ശമ്പളത്തോട് കൂടിയുള്ള അവധി. അതുപോലെ തന്നെ സിക്ക് ലീവുകൾ, ഇതൊക്കെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ വേർ ദ എംപ്ലോയി ലീവ്. എംപ്ലോയി എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട്. അതായത് ഇപ്പൊ നമ്മളെ ആ കമ്പനിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ കമ്പനിയിലുള്ള പുകയോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും മൂലമല്ല രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താ അവർക്കിടെ ആ എന്താ പറയാ രോഗങ്ങൾ ഈ ട്രീറ്റ്മെന്റിനുള്ള കാര്യം അല്ലെങ്കിൽ അവർക്കുള്ള ലീവ് പെയ്ഡ് ഇതായിരിക്കണം. അവിടെ സാലറി കൊടുക്കണം. എന്നുവെച്ചാൽ കമ്പനി മൂലമാണ് അയാൾക്ക് അങ്ങനെ വന്നത്. അപ്പൊ അയാൾക്ക് ലീവ് കൊടുക്കുമ്പോൾ ആ സാലറി കൊടുക്കണം. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? അങ്ങനെ വരികയാണെങ്കിൽ ആ കമ്പനി അതിന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. The employer is free to increase employees' leaves. എംപ്ലോയറിന് എന്താണ് ഇൻക്രീസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി അവരുടെ കണ്ടീഷൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്താണ് ലീവ് നിർണ്ണയിക്കാൻ ആ ഒരു എംപ്ലോയറിന് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എംപ്ലോയിയുടെ ലീവ് വർദ്ധിപ്പിക്കാം. The employer can do this if he wants. അപ്പൊ അവർക്ക് ആവശ്യം ഇതനുസരിച്ച് എംപ്ലോയറിന് ഇത് ചെയ്യാൻ പറ്റും, ലീവ് കൂട്ടിക്കൊടുക്കാൻ പറ്റും. The procedure for requesting the holidays and the sick leaves should also be mentioned in the employment contract. പിന്നെ വെറുതെ തോന്നിയ രീതിയിലൊന്നും ചെയ്താൽ പോരാ, അതിന്റെ പ്രൊസീജിയർ ഉണ്ട് അല്ലേ? ആ ഹോളിഡേ സിക്ക് ലീവ് ഒക്കെ അപേക്ഷിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ സിക്ക് ലീവ് നമ്മൾ അപേക്ഷ കൊടുക്കണം, റിക്വസ്റ്റ് ചെയ്യണം, ഇത് മൂലം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കൂലേ? അതിനുള്ള പ്രൊസീജിയർ ഫോർ റിക്വസ്റ്റിംഗ് ഹോളിഡേസ് സിക്ക് ലീവ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യണം. ക്ലിയർ ആണോ? ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് അവിടെ ഓക്കെ ആണോ നോക്കിയേ. കമ്പനിയുടെ ഹോളിഡേ സിക്ക് ലീവ് പോളിസികളൊക്കെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. പിന്നെ ശമ്പളത്തോടു കൂടിയുള്ള അവധി, അതാണ് പെയ്ഡ് ഹോളിഡേ സിക്ക് ലീവ്സ്. അതൊക്കെ ആ എംപ്ലോയി ജീവിക്കുന്ന ആ സിറ്റി ലൊക്കേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു. കമ്പനിയുടെ അടുത്ത് താമസിക്കുന്നവരാണ്, അപ്പൊ കമ്പനിയിൽ നിന്ന് പുകയോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും മൂലം അയാൾക്ക് ലീവ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കമ്പനി അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ലീവിന്റെ കാര്യം എംപ്ലോയിക്ക് എംപ്ലോയിയുടെ ലീവ് എംപ്ലോയറിന് വർദ്ധിപ്പിക്കാൻ പറ്റും. അവരുടെ ആവശ്യമനുസരിച്ച് എംപ്ലോയറിന് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലീവ് ഒക്കെ വെറുതെ പറഞ്ഞാൽ പോരാ, ആ റിക്വസ്റ്റ് ചെയ്യുന്നതിന് ഹോളിഡേ സിക്ക് ലീവ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ നമ്മുടെ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. ക്ലിയർ ആയോ?
ഓക്കെ ആണോ? ബോറടിക്കണ്ട? ഉറക്കം തന്നെ ഉണ്ടോ ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ട്? ഓക്കെ. ഇനി അടുത്തതാണ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിപ്പിക്കുക. ഇനി ജോലി അവസാനിപ്പിക്കുന്നത്. The termination of employment should also be detailed in the employment contract. Termination employment അവസാനിപ്പിക്കുന്ന, ആ തൊഴിൽ അവസാനിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളും ഏതിൽ പറയണം? എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. നമുക്ക് തോന്നിയത് പോലെ നമുക്ക് ജോലി അവസാനിപ്പിച്ചൊന്നും പോരാൻ പറ്റൂല. അത് നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നു. ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. The contract must include the information about how to terminate the employment. നോക്കി, ഈ കോൺട്രാക്റ്റില് നമ്മൾ എങ്ങനെ നമുക്ക് ഈ ജോലി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചിലപ്പോൾ പറയും. അത് അതിനകത്ത് ഉൾപ്പെടുത്തണം. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളില്ലേ, അത് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തണം. These rules will tell employee how much notice an employer should give his employer, as well as some other factors such as restriction on the type of work after leaving the job. അതെന്താ? ജോലി അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ തന്നെ പറയണം. അവിടെ ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ജോലി അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാല് എന്താണ്? എനിക്ക് ചില ജോലികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അത് നമ്മൾ എഗ്രിമെന്റിൽ പറയണം. ആദ്യം തന്നെ ആ കോൺട്രാക്റ്റിൽ പറയണം. ഇവിടുന്ന് ജോലി പെട്ടെന്ന് വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഇന്ന ജോലികളിൽ പെട്ടെന്ന് കയറാൻ പാടില്ല. മനസ്സിലായോ? റെസ്ട്രിക്ഷൻ, അവർക്ക് ഏത് ടൈപ്പ് വർക്ക് ചെയ്യാം, എല്ലാ ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ ചില ജോലികൾക്ക് എന്താണ്? റെസ്ട്രിക്ഷൻ ഉണ്ട്. ആഫ്റ്റർ ലിവിംഗ് ദ ജോബ്, ഈ ജോലി ഉപേക്ഷിച്ച് പോരുകയാണെങ്കിൽ many organizations will get employee to sign a document. കണ്ടോ, നമ്മള് മിക്ക ഓർഗനൈസേഷനും എംപ്ലോയിയോട് സൈൻ ചെയ്യാൻ പറയും. ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യാൻ പറയണം. which restrict employees to work with any other competitors immediately after leaving the job. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലേ, നമ്മളെ പോലെ ചെയ്യുന്ന ആളുകള്, അവിടേക്ക് പെട്ടെന്ന് ഈ ജോലിയിൽ വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ കേറാൻ പാടില്ല. അതിന് ഒരു റെസ്ട്രിക്ഷൻ അവർ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഇതൊരു എഡ്യൂക്കേഷൻ ഹബ് ആണല്ലോ. ഞാനിപ്പോ ഒരു 3-4 വർഷത്തോളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. 4-5 വർഷത്തോളായിട്ട് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്. പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ച്, നമ്മളെ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഇല്ല, അത് ഉറപ്പാണ്. എങ്കിലും ഇതുപോലെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല ഇവര്. എന്താ കാര്യം? ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്കറിയാം. ഇവിടുത്തെ ബിസിനസ് സീക്രട്ട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാലോ, ഇവർക്കൊരു ഇതാവില്ലേ? അപ്പൊ അതുകൊണ്ട് അവര് എന്ത് ചെയ്യും? ആ കോൺട്രാക്റ്റിന് അവര് കൃത്യമായിട്ട് പറയും, നമ്മളിപ്പോ ജോലി പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചാൽ ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അത് ആദ്യം തന്നെ നമ്മളെ കൊണ്ട് എഗ്രിമെന്റ് ചെയ്ത് മേടിപ്പിക്കും. അതെന്തിനു വേണ്ടിയാ? This helps in protecting the trade secrets of the company. നമ്മുടെ കമ്പനിയുടെ സീക്രട്സ്, ട്രേഡ് സീക്രട്സ് പ്രൊട്ടക്ട് ചെയ്യാനാ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ സീക്രട്ട് പോയില്ലേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോലി അവസാനിപ്പിക്കുന്നത് വെറുതെ അങ്ങനെ പോകാൻ പറ്റൂല. ആ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും എവിടെ? ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് പറയും. അത് നമ്മുടെ അങ്ങനെ പെട്ടെന്ന് ഈ ജോലി വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞാല് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് എംപ്ലോയിനെ കൊണ്ട് ആദ്യം തന്നെ സൈൻ ചെയ്യിപ്പിക്കും. ഇവിടുന്ന് ജോലി പോയി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇങ്ങനെയുള്ള ഫീൽഡിൽ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മുടെ ഈ ട്രേഡ് സീക്രട്സ്, ആ കമ്പനിയുടെ ട്രേഡ് സീക്രട്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ മെനി ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് എംപ്ലോയി ടു സൈൻ എന്നുള്ളതുണ്ട്. ആ സെന്റൻസ് മൊത്തം അണ്ടർലൈൻ ചെയ്തു. ആ സെന്റൻസ് അടുത്തത് ഡിസ്പ്ലേ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? ഹെൽപ്പിംഗ് പ്രൊട്ടക്ടിങ് ദ ട്രേഡ് സീക്രട്സ് ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ട്രേഡ് സീക്രട്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ്. ക്ലിയർ ആയോ നോക്കിയ? ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്തിലും ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞേക്കണേ? എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ വേണം. ഒന്നാമത്തെ എന്താ? റേറ്റ് ഓഫ് പേ, ശമ്പള നിരക്ക്. ഹവേഴ്സ് ഓഫ് വർക്ക്, വർക്കിംഗ് ഹവേഴ്സ്. പിന്നെ കോൺട്രാക്റ്റിന്റെ ലെങ്ത്, എത്ര നാള് എന്നുള്ളത്. പിന്നെ ഹോളിഡേ സിക്ക് ലീവുകളെ കുറിച്ചുള്ള കാര്യം പറയണം. പിന്നെ ജോലി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളുണ്ട്, അതും ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറയണം. ക്ലിയർ ആയോ നോക്കിയേ?
ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ ആണോ? നിങ്ങളുടെ ഒരു തമ്പ് കണ്ടാലാണ് എനിക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി വായിച്ചു നോക്കിയാൽ പോരെ? ഓക്കെ. ഇനി എന്ത് നമ്മുടെ ബുഷ്രക്കുട്ടി മാത്രമുള്ളൂ ക്ലാസ്സില്? ഒരു തമ്പ് ഇവിടെ വന്നേക്കണം, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? നീ ഇത് ഓണാക്കി വെച്ചിട്ട് വേറെ വഴിക്ക് പോയോ? അവിടെ ഇല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവരും ആകെ കുറച്ച് പേരുള്ളതുകൊണ്ട് കേട്ടോ. കുറെ പേരുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ചെയ്തില്ലെങ്കിലൊന്നും നമ്മൾ കാണൂല. പക്ഷെ കുറച്ച് പേരാകുമ്പോ പെട്ടെന്ന് എന്റെ കണ്ണിൽ പിടിക്കുന്നില്ല. എന്താണ് ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ. ഇനി അടുത്തതാണ് ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്സ്. നമ്മുടെ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ, അതിന്റെ മൂല്യനിർണ്ണയം, ഇതിന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. Okay, the main aim of selection procedure is to select among the numerous applicants in the best candidates for the given job opening. അതല്ലേ നമ്മൾ പഠിച്ചല്ലേ സെലക്ഷനില്? എന്താണ് ഈ സെലക്ഷൻ പ്രൊസീജിയറിന്റെ മെയിൻ എയിം? എന്താ? കുറെ ആപ്ലിക്കൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ആ ജോബ് ഓപ്പണിംഗില് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള ആപ്ലിക്കൻസിനെ, ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാണ്, ചൂസ് ചെയ്യുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്നാണ് റൈറ്റ് ചെയ്യുന്നത്. This process is successfully only when the selected employees give their best to their jobs. ഈ പ്രോസസ് എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്? എപ്പോഴാണ്? ഞാനിപ്പോ നിങ്ങൾ ഇന്ന് അക്ഷരേനെയും അനുവിനെയും സെലക്ട് ചെയ്തു. ഇത് എപ്പോഴാ സക്സസ് ആണെന്ന് പറയുന്നത്? ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയി, നിങ്ങൾ രണ്ടുപേരും അവര് ആ ജോലിയുടെ ഏറ്റവും നന്നായിട്ട്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. നമ്മൾ സെലക്ഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, സെലക്ഷൻ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാലോ, ഓക്കെയാണ്, അവര് നമ്മുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലെ? അപ്പൊ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ, ഈ സെലക്ഷൻ പ്രോസസ് എപ്പോഴാണ് സക്സസ്ഫുൾ ആകുന്നത്? only when selected employee give their best. അവർക്ക് അവരുടെ കഴിവിന്റെ പരമാവധി നമുക്ക് നൽകുമ്പോൾ to their job, അല്ലെ? ആ ജോലിക്ക് വേണ്ടി അവരുടെ കഴിവിന്റെ പരമാവധി നൽകുന്നത്. And the work sincerely to achieve their goals. നേടിയെടുക്കാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത്. The effectiveness of the selection process should be assessed from time to time. ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഫലപ്രാപ്തി കാലാകാലങ്ങളിൽ ടൈം ടു ടൈം എന്ത് ചെയ്യും? അസസ് ചെയ്യും. അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. ഇനി ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞോട്ട് ചോദിക്കാം കേട്ടോ. Daily speech recommends that the selection procedure should be audited regularly. ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്ത് ചെയ്യണം? should be audited, പതിവായിട്ട് ഓഡിറ്റ് ചെയ്യണം. to measure its effectiveness, അതിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? പതിവായിട്ട് ഓഡിറ്റ് ചെയ്യണം. നമ്മൾ എന്തിനാ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നത്? ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെലക്ഷൻ പ്രൊസീജിയർ അപ്പൊ എന്താണ്? പതിവായിട്ട് ഓഡിറ്റ് ചെയ്യണം. അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. According to Dash recommends that the selection procedure, ആ സെന്റൻസ് അതുപോലെ തന്നെ തരാം. അത് നോക്കി വെക്കാം. ഇനി നോക്കിയേ, ഇവിടെ ഈ ഒരു പേജ് ഞാൻ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ. വെച്ചാൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, the given mentioned questions can give a broad and comprehensive guideline. ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈ സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിലയിരുത്തുന്നതിന്, ഒരു സെലക്ഷൻ പ്രോഗ്രാമിനെ വിലയിരുത്തുന്നതിന് വിശാലമായ സമഗ്രമായ മാർഗനിർദ്ദേശം തരാൻ ഹെൽപ്പ് ചെയ്യും ഈ ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? The below mentioned question can give എന്ത് നൽകും നമുക്ക്? A broad and comprehensive guidelines. വിശാലമായ, കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു ഗൈഡ് ലൈൻ, ഒരു മാർഗനിർദ്ദേശം നൽകും. ഫോർ എന്തിനു വേണ്ടി? അസസ്മെന്റ് ഓഫ് ദ സെലക്ഷൻ പ്രോഗ്രാം. സെലക്ഷൻ പ്രോഗ്രാമിന്റെ അസസ് ചെയ്യുന്നതിന്, അതിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താണ് ഒരു വിശാലമായ സമഗ്രമായ ഒരു മാർഗനിർദ്ദേശം നമുക്ക് നൽകും ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊന്ന് ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എക്സാമിന് ഇതിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം.
ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു നല്ലൊരു സെലക്ഷൻ പ്രോഗ്രാമിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും ഈ ക്വസ്റ്റ്യൻ നോക്കി അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു സെലക്ഷൻ പ്രോഗ്രാം നല്ലൊരു സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാമിന്റെ വിശകലനം ചെയ്യുക. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Human resource management theory and practices are in line with the selection program or not? Human resource management theory and practice ഇതെല്ലാം പൊരുത്തപ്പെടുന്നുണ്ടോ? Are in line. അത് പൊരുത്തപ്പെടുന്നുണ്ടോ ഏതുമായിട്ട്? with the selection program or not? അപ്പൊ സെലക്ഷൻ പ്രോഗ്രാമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മാൻ പവർ ആണ് അല്ലെ? ആ ഒരു കമ്പനിയിലെ മാൻ പവറിനെ കുറിച്ച് കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? ആ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ മാൻ പവറിനെ മാനേജ് ചെയ്യണം. അപ്പൊ അവിടെ അതിനുമായി ബന്ധപ്പെട്ട തിയറി പ്രാക്ടീസ് ഒക്കെ സെലക്ഷൻ പ്രോഗ്രാമുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ഇത്ര പേര് സെലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കമ്പയർ ടു ഇത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര പേർക്ക് ഇത്രയും ആ ഒരു റിക്രൂട്ട്മെന്റ് മതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ. അപ്പൊ അതിനകത്ത് ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താണ് നമുക്ക് അതിനകത്ത് ക്വാളിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതനുസരിച്ച് ഇത്ര സ്റ്റാഫുകൾ വേണം, ആ ഒരു സെക്ഷനിൽ ഇത്ര സ്റ്റാഫുകൾ വേണം. അപ്പൊ അത് സെലക്ഷൻ പ്രോഗ്രാം അത്രയും പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി പ്രാക്ടീസ് സെലക്ഷൻ പ്രോഗ്രാമുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? Whether the policy of selection are clearly stated and the proper process is created or not. ഇനി സെലക്ഷൻ പോളിസി, whether policy of selection are clearly വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ and proper process, പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ് സെലക്ഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? Are the employment and public policy at par with each other or not? Are the employment തൊഴിലും പബ്ലിക് പോളിസിയും അത് തുല്യമാണോ? വിത്ത് അറ്റ് പാർ തുല്യമാണോ? വിത്ത് ഈച്ച് അതർ പരസ്പരം തുല്യമാണോ അല്ലയോ? ഈച്ച് അതർ ഓർ നോ? പിന്നെ are the wages, wage level, employee benefits, the degree of satisfaction in employee within the organization good enough to able to attract and sustain employees? അതുപോലെ വേജ് ലെവല്, വേജ് എന്ന് പറഞ്ഞത് കൂലിയുടെ ഇത്, എംപ്ലോയിയുടെ ബെനിഫിറ്റ്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സംതൃപ്തി അല്ലെ, അതൊക്കെ അത് മതിയാവൂന്ന് എന്തിന്? ആ എംപ്ലോയിന് മാക്സിമം എംപ്ലോയീസിനെ നിലനിർത്താൻ, അവരെ അട്രാക്ട് ചെയ്യാൻ, ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യാനും അവരെ നിലനിർത്താനും ഈ ഇത് മതിയോ? ഈ കാര്യങ്ങൾ വേജ് ലെവൽ അത് മതിയോ? എംപ്ലോയിയുടെ ബെനിഫിറ്റുകൾ ഇത്രയും മതിയോ? ഡിഗ്രി, അവരുടെ സംതൃപ്തി, ഇതെല്ലാം ആവശ്യത്തിന് ഉണ്ടോ? ഇതിനു വേണ്ടി ടു ഏബിൾ അട്രാക്ട് ആൻഡ് സസ്റ്റെയിൻ ഗുഡ് എംപ്ലോയി, നല്ല എംപ്ലോയിനെ നമുക്ക് നിലനിർത്താനും ആകർഷിക്കാനും അത് മതിയോ എന്നുള്ളതാണ്. രണ്ടാമത് നോക്കിയേ, ആർ ദ പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയർ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദോസ് പീപ്പിൾ ഹു ആർ കൺസേൺഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം? ഈ പ്രോഗ്രാമും പോളിസികളും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആരോട്? ടു all those people who are concerned and influenced by them. അതിനെ സ്വാധീനിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും എല്ലാ പ്രോഗ്രാംസും പ്രൊസീജിയറും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കിയേ, how effective is the implementation of the program? എത്രത്തോളം ഫലപ്രാപ്തി ഉള്ളത് ഈ പ്രോഗ്രാം, സെലക്ഷൻ പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് എത്രത്തോളം നടത്തിപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഫലപ്രദമാണ്? അടുത്ത് നോക്കിയേ, ആർ ദ പീപ്പിൾ എക്സിക്യൂട്ടിംഗ് ദ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം പ്രോപ്പർലി ട്രെയിൻഡ് ടു ഡു സോ? ഉണ്ടോ? ഇനി നമ്മള് ഈ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുന്ന ആളുകളില്ലേ, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയവരാണോ അല്ലയോ? അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യനാ. നല്ല ട്രെയിനിങ് കിട്ടി അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നല്ലൊരു രീതി നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. Are the people executing the employment program properly trained to do so? അത് ചെയ്യാനായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? Is the actual performance of the program at par with the set target?
ഈ ആ സെലക്ഷൻ പ്രോഗ്രാമിന്റെ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് ഏതുമായിട്ട് ആ നമ്മുടെ ടാർജറ്റുമായിട്ട് തുല്യമാണോ, ആ ടാർജറ്റിന്റെ അനുസരിച്ചാണോ, വിത്ത് സെറ്റ് ടാർജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, the policy and procedure guidelines created and used. അതായത് സെലക്ഷൻ പോളിസി പ്രൊസീജിയർ ഗൈഡ്ലൈൻ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് ഉപയോഗിക്കുന്നുണ്ടോ, ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണോ അവിടെ സെലക്ഷൻ പ്രൊസീജിയർ എന്നുള്ളത് കാര്യമാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിനാണ്, നമുക്കൊരു നല്ലൊരു സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിലയിരുത്തലിന് സഹായമാകുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ്. ഇനി അടുത്തത് ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഫീഡ്ബാക്ക് നോക്കിയേ, വാട്ട് കമ്പനി കൈൻഡ് ഓഫ് കമ്പനി ഇമേജ് ഈസ് ഡെവലപ്ഡ് ഇൻ ടൈപ്സ് ഓഫ് പ്ലേസ്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ, college, public, private employment agency regarding the methodology used by the company for executing its recruitment program. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നിർവഹിക്കുന്നതിന് ഈ കമ്പനി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഇമേജ്, ഇതൊക്കെ ഈ പ്ലേസ്മെന്റ് യൂണിവേഴ്സിറ്റിയുടെ, കോളേജിലെ, പബ്ലിക്കിലെ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ പ്ലേസ്മെന്റ് ഒഫീഷ്യൽസ് അവരുടെ കണ്ണിൽ ഏത് തരത്തിലുള്ള ഇമേജ് ആണ്, കമ്പനിയുടെ ഏത് തരത്തിലുള്ള ഇമേജ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, what kind of ഏത് തരത്തിലുള്ള കമ്പനി, what kind of company image is developed in the eyes of placement officers. Okay. ഇനി അടുത്ത നോക്കിയേ, has the research been conducted on the currently hired employee and the applicants discarded in order to find out the treatment given to them by the company during the selection procedure. ഇനി ഗവേഷണം, has the research been conducted on the currently hired employee, ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ് ഇല്ലേ, കറന്റ്ലി ഹയർഡ്, ഇപ്പൊ നിലവില് അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ്, പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കൻസ് ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ റെഫ്യൂസ് ചെയ്യുക, നിരസിക്കുക. കമ്പനി ഡിസ്കാർഡ് ചെയ്ത ആപ്ലിക്കൻസ്, ഇവരുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് കണ്ടോ, അവരൊക്കെ അതിൽ എങ്ങനെ പെരുമാറി എന്ന് കണ്ടെത്തുന്നതിന് അതിൻ്റെതായിട്ടുള്ള റിസർച്ച്. അപ്പൊ നിയമിക്കപ്പെട്ടവര് അതുപോലെ ഡിസ്കാർഡ് ചെയ്തവര് അവരെങ്ങനെ അത് പെർഫോം ചെയ്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ട റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, as the research been conducted. Then അടുത്ത് നോക്കിയേ, what is the number of candidates who have refused to join the organization. ഒരു ഓർഗനൈസേഷനില് ആ ജോയിൻ ചെയ്യാൻ റിഫ്യൂസ് ചെയ്ത, നിരസിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, നമ്പർ. എന്തുകൊണ്ട്? ഡ്യൂ ടു പൂവർ വർക്കിംഗ് എൻവയോൺമെന്റ്, അതായത് നല്ല വർക്കിംഗ് അന്തരീക്ഷം അല്ലാത്തത് കൊണ്ട്, ലോ സാലറി പാക്കേജ് കുറവുള്ളത് കൊണ്ട്, പൂർ ഇമേജ്, കമ്പനിയുടെ ഇമേജ് ഇല്ലാത്തത് കൊണ്ടൊക്കെ ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സ് റിഫ്യൂസ് ചെയ്തിട്ടുള്ള ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര പേര്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് who have refused to join the organization. ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ റിഫ്യൂസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. എന്ത് കാരണം കൊണ്ട്? പൂർ വർക്കിംഗ് എൻവയോൺമെന്റ് കാരണം, ലോ സാലറി പാക്കേജ് കാരണം, പൂർ ഇമേജ് കാരണം, കമ്പനിയുടെ പൂർ ഇമേജ് കാരണം. ഇനി അടുത്തതാണ് അനാലിസിസ് ഓഫ് റിസൾട്ട്. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ന്യൂ റിക്രൂട്ട്സ്. ഇനി എന്താണ് പുതുതായി റിക്രൂട്ട് ചെയ്തവരുടെ പെർഫോമൻസ് ലെവൽ? എന്താണ് പുതുതായി റിക്രൂട്ട് ചെയ്യുന്നവരുടെ പെർഫോമൻസ് ലെവൽ? Out of the total number of applicants, how many were recruited? അപ്പോൾ മൊത്തം ആപ്ലിക്കൻസിൽ എത്ര പേര് റിക്രൂട്ട് ചെയ്തു? Out of total number of applicants, how many were recruited? Then out of the total number of candidates recruited, how many were able to complete the probation period successfully? മിക്ക ജോലികൾക്കുണ്ടല്ലോ ഒരു പ്രൊബേഷൻ പീരീഡ്. അപ്പോ നമ്മൾ ഈ റിക്രൂട്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൽ എത്ര പേര് ആ പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുൾ എത്ര പേർക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു
What was the percentage of applicants who resigned because what was communicated to them during the interview did not match with the exact job condition? ഇനി നമ്മൾ ആപ്ലിക്കന്റിന്റെ പെർസെന്റേജ് നോക്കുക. എങ്ങനെ റിസൈൻ ചെയ്തിട്ടുള്ളവര്, ജോലി വേണ്ടാന്ന് വെച്ചേ ജോലി റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട്? ആ കമ്പനിയുടെ ജോബ് കണ്ടീഷൻ, കൃത്യമായിട്ടുള്ള ജോബ് കണ്ടീഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് രണ്ടും മാച്ച് അല്ലാത്തത് കൊണ്ട് ചിലപ്പോ ഇന്റർവ്യൂവിൽ ഇന്ന ജോലികൾ ഇന്ന പോലെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ശരിക്കും ജോബിന്റെ ഇത് നോക്കുമ്പോ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെ മൂലം തെറ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർവ്യൂവില് നമ്മള് ശരിക്കും ജോലിയുമായി മാച്ച് ചെയ്യാത്ത കമ്മ്യൂണിക്കേഷൻ മൂലം ഉണ്ടായിട്ടില്ല റിസൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ്. Then what is the percentage turnover due to inappropriate selection? അനുയോജ്യമല്ലാത്ത സെലക്ഷൻ മൂലം ഒഴിഞ്ഞു പോയിട്ടുള്ളവരുടെ പെർസെന്റേജ്. അത് ഇതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു, ഇന്ന കാര്യം പറഞ്ഞ് സെലക്ട് ചെയ്തു. പക്ഷെ നമ്മൾ അത് കയറി കഴിഞ്ഞപ്പോ നമുക്ക് പറ്റില്ല, അനുയോജ്യമല്ലാത്ത സെലക്ഷൻ ആയിരുന്നു, എനിക്കത് പറ്റില്ലാത്ത ജോലിയായിരുന്നു കണ്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ജോലിയിൽ നിന്ന് പോകാം, ഒഴിഞ്ഞു പോകാം. അങ്ങനെയുള്ളവരുടെ പെർസെന്റേജ്. വാട്ട് ഈസ് ദ പെർസെന്റേജ് turnover due to inappropriate selection? അനുയോജ്യമല്ലാത്ത സെലക്ഷൻ മൂലം അവിടെ ടേൺ ഓവർ ആയിട്ടുള്ള ഒഴിഞ്ഞു പോയിട്ടുള്ള ആ അപ്ലിക്കൻസിന്റെ പെർസെന്റേജ്. ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സെലക്ഷൻ മെത്തേഡ് യൂസ്ഡ്? ഇനി എന്ത് സെലക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സംഭാവന, കോൺട്രിബ്യൂഷൻ. ടെസ്റ്റ്, ആ സെലക്ഷൻ മെത്തേഡ്സ് ആട്ടെ പറയുന്നത്. ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എക്സെട്ര. അവിടെ നമ്മുടെ ആ സെലക്ഷൻ മെത്തേഡിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓവറോൾ ഏതിനകത്ത്? ടു ദ ഓവറോൾ സെലക്ഷൻ പ്രോഗ്രാം. മൊത്തത്തിലുള്ള സെലക്ഷൻ പ്രോഗ്രാം, അതില് സെലക്ഷൻ മെത്തേഡ്സിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഡിഡ് ദ ഫോർകാസ്റ്റ്, ഫോർകാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുക, പ്രവചിക്കുക എന്നുള്ളത്. മുൻവിധി ഡൺ ബൈ ദ സെലക്ഷൻ ടൂൾസ് ട്രൂ. അതായത് ഈ നമ്മൾ ആ സെലക്ഷൻ ടൂൾസ് നമുക്ക് അത് വെച്ചിട്ടേ നമുക്ക് അവര് നടത്തിയ പ്രവചനം സത്യമാണോ? വിത്ത് ഫോർകാസ്റ്റ് നമുക്ക് പ്രവചിക്കാം, മുൻകൂട്ടി കാണാൻ പറ്റുമോ? ഡൺ ബൈ ദ സെലക്ഷൻ ടൂൾസ് പ്രൂവ്. സെലക്ഷൻ ടൂൾസ് പ്രൂവ് ചെയ്തിട്ടുള്ള, ശരിയാണെന്ന് തെളിയിച്ചിട്ടുള്ള കാര്യം നമുക്കത് മുൻകൂട്ടി കാണാൻ പറ്റുമോ? സെലക്ഷൻ ഡിവൈസസ് യൂസ്ഡ് വാലിഡേറ്റഡ് പ്രോപ്പർലി. സെലക്ഷൻ ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടാണോ ഉപയോഗിച്ചത്? ഇങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻസ് ഏതുമായി ബന്ധപ്പെട്ട അനാലിസിസ് ഓഫ് ദ റിസൾട്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തിനാ പറഞ്ഞേ? ഇത് നമുക്ക് ഒരു സെലക്ഷൻ പ്രോഗ്രാം അതിനെ അസസ് ചെയ്യുന്നതിന്, അതിന്റെ അസസ്മെന്റിന് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സെലക്ഷൻ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇത് ഞാൻ ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മാത്രം വെറുതെ ഒന്ന് വായിച്ചതാണ് കേട്ടോ. ഇതിൽ നിന്നൊന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചപ്പോ തന്നെ മനസ്സിലായല്ലോ. കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഈ തന്നേക്കുന്നത്. ഓക്കെ ആണോ? യെസ്. ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ എഴുതി കുത്തിപ്പിടിച്ച് പഠിക്കൊന്നും വേണ്ട കേട്ടോ. ടെക്സ്റ്റിലുള്ളത് കൊണ്ട് നമുക്കത് ഒഴിവാക്കാനും പറ്റൂല. വെറുതെ ആണെങ്കിലും ഒന്ന് വായിച്ചു പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് നിങ്ങൾ തന്നെ പറയില്ലേ, മിസ് അത് പഠിപ്പിച്ചില്ല, പേജ് മിസ് പഠിപ്പിച്ചില്ല എന്ന് പറയില്ലേ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അത് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. എക്സാമിന് അതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ബാരിയേഴ്സ് കാണാം. സെലക്ഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ബാരിയേഴ്സ് ടു സെലക്ഷൻ, ഒരു സെലക്ഷന്റെ തടസ്സങ്ങൾ. നമ്മളെ പല പല കാര്യങ്ങൾ നമുക്ക് ഒരു സെലക്ഷൻ പ്രോഗ്രാമിന് തടസ്സം നിൽക്കും. എന്തൊക്കെയാണെന്ന് പറയാമോ? പറയാമോ എന്തൊക്കെയാണെന്ന്? എന്താരും മിണ്ടാത്തേ? ടൈമോ? ഓക്കെ, ടൈം, സമയം ഒരു കാര്യമാണ്, ഒരു തടസ്സമാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എക്സ്പെൻസ്, ചെലവ്, ബഡ്ജറ്റ്, അതും നമുക്ക് സെലക്ഷൻ പ്രോഗ്രാമിന്റെ തടസ്സമാണ് അല്ലെ.
കുറെ ചെലവുകൾ കാര്യങ്ങളൊക്കെ വരും. അത്രയും നമ്മുടെ കയ്യിലില്ല, അത്രയും സമയമൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ശരിയാണ്. അപ്പൊ നോക്കിയേ, എന്തൊക്കെയാണ് ഒരു സെലക്ഷന്റെ ബാരിയേഴ്സ്? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങൾ. അതില് നമുക്ക് 8 പോയിന്റ്സ് ഉണ്ട്. ആ 8 പോയിന്റ്സും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. എന്തൊക്കെയാണ് ഒരു സെലക്ഷന്റെ തടസ്സം എന്ന് പറയുന്നത്? തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വൈവിധ്യം. സെലക്ഷൻ അപ്രോച്ചസിന്റെ വൈവിധ്യം. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസിന്റെ ഡൈവേഴ്സിറ്റി. അതായത് ഈ സെലക്ഷന്റെ സമീപനങ്ങള്, പലതരത്തിലുള്ള സെലക്ഷൻ ടെസ്റ്റുകള്, അപ്രോച്ചസ് ഉണ്ട്. ഇപ്പൊ എന്റെ കമ്പനിയിലെ പോലെ ആവണമെന്നില്ല, അവേ സെയിം ആവണമെന്നില്ല നിങ്ങളുടെ അവിടെ സെലക്ഷൻ അപ്രോച്ച് അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റുകൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ നമ്മള് ഇതിനെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അവിടെ നമുക്കൊരു ശരിക്കും ഒരു നല്ലൊരു മാർഗം ഇല്ല എന്നാ പറഞ്ഞിട്ട്. ടെസ്റ്റ് റെപ്രസെന്റ് ദാറ്റ് there is no one perfect way. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാർഗം ഇല്ല. എന്തിന്? ടു ചൂസ് ദ മാനേജേഴ്സ്. അപ്പൊ ഇതെല്ലാരും അറിയുന്ന ഒരു മാനേജർ വേണം. ഇപ്പൊ ഇവിടത്തെ പോലെ ഒരിക്കലും വേറെ സ്ഥലത്ത്, അവിടുത്തെ പോലെ ഒരിക്കലും വേറെ സ്ഥലത്ത്. അതായത് സെലക്ഷൻ അപ്രോച്ചസ് ടെസ്റ്റുകളൊക്കെ വ്യത്യാസം വരും എന്ന് പറയും. വേരി, ഡൈവേഴ്സിറ്റി, വൈവിധ്യം ഉണ്ട്. അപ്പൊ ഇതെല്ലാരും അറിയുന്ന, എല്ലാരും മനസ്സിലാക്കിയിട്ടുള്ള, എല്ലാരും അറിയാവുന്ന ഒരു മാനേജറെ ചൂസ് ചെയ്യാനായിട്ട് ഫലപ്രദമായിട്ടുള്ള മാർഗമില്ല. നമുക്ക് അതായത് കോമൺ ആയിട്ടുള്ള ഒരു ബേസിക് അപ്രോച്ച് ഇല്ല അവിടെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുണ്ട്. പക്ഷെ ഇവിടെ ഒരു ബേസിക് അപ്രോച്ച് ഇല്ല അവിടെ സെലക്ഷന്. ആ സെലക്ഷൻ അപ്രോച്ചസ് ടെസ്റ്റ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജറിനെ തിരഞ്ഞെടുക്കാനുള്ള പെർഫെക്റ്റ് മാർഗമില്ല. ക്ലിയർ ആണോ നോക്കിയേ? ഇതെല്ലാം വിലയിരുത്താൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഒരു മാനേജറിനെ നമുക്ക് കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാ കാര്യം? പലതരത്തിലുള്ള സെലക്ഷൻ അപ്രോച്ചസും ടെസ്റ്റും ഉണ്ട്. അതുകൊണ്ട് എല്ലാം അറിയാവുന്ന ഒരു മാനേജറിനെ കണ്ടെത്താനായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് മാർഗമില്ല. ക്ലിയർ ആണ്? ഒന്നാമത്തെ ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്. ഓക്കെ ആണോ? രണ്ടാമത്തെ നോക്കി, ഇനി എന്താ ഒരു തടസ്സം നിൽക്കുന്ന കാര്യം? ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ ആ ഒരു എൻവയോൺമെന്റ്, പരിസ്ഥിതി, അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഫിക്സ്ഡ് അല്ല. എല്ലാ കാലവും ഒരുപോലെ അല്ലെങ്കിൽ എപ്പോഴും ഒരുപോലെ അല്ല. ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ഹാസ് എ ടെൻഡൻസി ടു ചേഞ്ച് വിത്ത് ദ പീരിയഡ് ഓഫ് ടൈം. നമുക്ക് ആ ഒരു ടൈം അനുസരിച്ച് കാലാകാലങ്ങളില് ഓർഗനൈസേഷന്റെ ആ ഒരു പരിസ്ഥിതി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എങ്ങനെ? ഓക്കെ, the organizational environment is also influenced by the designated personnel. അവിടെ നിയോഗിച്ചിട്ടുള്ള ആളുകളില്ലേ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്. അവിടെയുള്ള സ്റ്റാഫ് അവര് സ്വാധീനിക്കും. കണ്ടോ? അതിനനുസരിച്ചായിരിക്കും ഓർഗനൈസേഷന്റെ ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത്. അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. Organizational environment is also influenced by the designated personnel. Everyone has its unique working style and as a result, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ട്. They introduce different managerial values and style and when they come into power. അവര് അധികാരത്തിൽ വരുമ്പോൾ അവരുടേതായിട്ടുള്ള വാല്യൂസ് സ്റ്റൈൽസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാനിപ്പോ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊരു പോസ്റ്റ്, ഒരു പൊസിഷൻ, എനിക്കൊരു പവർ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ സ്ട്രിക്ട്നെസ് അവിടെ കാണിക്കൂലേ? ഇല്ലേ? എന്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എന്റെ താഴെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ കാണിക്കും. എല്ലാ കാര്യങ്ങളിലും ഞാൻ കൃത്യമായിട്ട് വരുമ്പോ നമ്മുടെ കമ്പനിയും നമ്മുടെ ഇതും എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ ആ ഒരു പരിസ്ഥിതി മാറും. ശരിയല്ലേ? എനിക്ക് എന്റെ വർക്കിംഗ് സ്റ്റൈലാ, ഞാൻ അങ്ങനെയാ ഫോളോ ചെയ്തേക്കുന്നേ. എന്നാൽ ഞാനിനി ഒട്ടും ഇതല്ല, വളരെ കാഷ്വൽ ആയിട്ട്, നമ്മൾ ഒത്തിരി വലിയ സ്ട്രിക്റ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കും? അഴകൊഴാങ്ങ പോലെ ഇരിക്കും.
ശരിയാണോ പറയണേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും അവർക്കൊരു പവർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു യൂണിക് സ്റ്റൈലുണ്ട്. ശരിയല്ലേ? അതിനനുസരിച്ച് നമുക്ക് ആ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ്, അപ്പൊ ഞാൻ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ച് വ്യത്യാസം മാറും. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Thus, the unique techniques and instruments used for selection purposes are not a definite way. They forecast what the people will do. അപ്പൊ ഏത് ടെക്നിക്ക്, ഈ സെലക്ഷൻ ടെക്നിക്ക് ഏത് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സെലക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാലും നമുക്കത് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അത് എന്താണ് ആള് ചെയ്യണേ എന്നുള്ളത്. എനിക്ക് അവിടെ അധികാരം കിട്ടുമ്പോഴല്ലേ ഞാൻ അങ്ങനെ ചെയ്യണേന്ന് അറിയാൻ പറ്റുള്ളൂ. കേട്ടോ? Not a definite way. Definite മാർഗമില്ല to forecast, മുൻകൂട്ടി കാണാൻ. What the people will do, ആളുകൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് മുൻകൂട്ടി കാണാനായിട്ട് പ്രത്യേക മാർഗം ഇല്ല അവിടെ. Even if they have a capability of doing it, നമുക്കത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണെന്ന് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് ആരെ സ്വാധീനിക്കും? അവിടെ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫിനെ അനുസരിച്ചായിരിക്കും. അത് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ. 2 പോയിന്റ്സ് ക്ലിയർ ആയോ? നോക്കേ, ഒന്നാമത്തെ സെലക്ഷൻ അപ്രോച്ചിന്റെ ഡൈവേഴ്സിറ്റി പലതരത്തിലുള്ളതാണ്. അപ്പൊ അതെല്ലാം അറിയാൻ പറ്റുന്ന ഒരു മാനേജറിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. രണ്ടാമത്തെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കും. അത് സെലക്ഷന്റെ ബാരിയറാണ്. ക്ലിയർ ആണോ എന്ന് നോക്കി 2 പോയിന്റ്സും. ഓക്കെ, ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നാളെ ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാക്കിത്തെ 8 പോയിന്റ്സും പിന്നെ ഡിഫറൻസ് ആണ്, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് സമയത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് പോകാം കേട്ടോ. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോ മൊഡ്യൂൾ എക്സാം അല്ലേ വരുന്നത് ഇനി ഇത് കഴിയുമ്പോ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്കില്ല. ഇപ്പൊ തന്നിട്ടുണ്ടാവുമല്ലോ ടൈം ടേബിള്. ഇനിയിപ്പോ മെയിൻ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെ ചാപ്റ്ററും കൂടി അല്ലേ പേപ്പർ 1 വരുന്നത് നിങ്ങൾക്ക്. അപ്പൊ അന്നേരം ഈ ചാപ്റ്ററും ഇൻസ്ട്രക്ഷൻ ചാപ്റ്റർ അല്ലേ, അപ്പൊ അതനുസരിച്ച് പഠിക്കാം. ഇപ്പൊ നാളെ നമുക്ക് പോർഷൻസ് തീർക്കാം. നാളെ ഒരു ക്ലാസ്സോട് കൂടി ലാസ്റ്റ് ക്ലാസ് നമുക്ക് പോർഷൻസ് തീർക്കാം. എന്നിട്ട് ബാക്കി സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാം കേട്ടോ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.